അമ്മ തൊണ്ടി മുതൽ സഹിതം പിടിച്ചെന്നറിഞ്ഞപ്പോഴത്തേന് കള്ളന്മാർ 3 പേരെയും അപ്രത്യക്ഷമായി. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 11:30 വെറും 11:30 എല്ലാവരും കിടന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് കമ്പിളി നാരങ്ങ അപ്പോൾ കമ്പിളി നാരങ്ങ മുളക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പറഞ്ഞിട്ടേക്ക് പോയിട്ട് വരാം. കമ്പിളി നാരങ്ങ അത് ഇവിടെ അടുക്കളയിലല്ല, സാധനം ഇവിടെ ഇരിക്കുന്നത്. സൗണ്ട് കേട്ട് എല്ലാവരും എണീക്കും. അപ്പം പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ആണ് കേട്ടോ. വിറയ്ക്കുന്നു കൈ കാല് വേർക്കുന്നു ദേഹം അല്ലാതെ ദാനം ആരൊപ്പം നേരായോ തിരിഞ്ഞ പൂവായോ ഒതിച്ചതെല്ലാമേ എനിക്കത്തരമായോ അന്നോ പത്രാസ് അമിട്ടു മത്താപ്പ് ഉണ്ടേ ബേജാറ് എന്നാലും നല്ലോരു സന്തോഷനാണ്. A few moments later. പോയോ ഒരു മായാലോകത്തായോ ചരടിട്ട പോലെ ഒഴുകുന്നു ഞാൻ ഒരു പാവ പോലെ ഇതിലെങ്ങോട്ടോ കോലം മാറിപ്പോയോ കഥയാകെ മാറിപ്പോയോ ഇത് നല്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എൻ്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. ജഗനോടന്തേ ആരാധനയോ ആരൊപ്പം നേരായോ തിരിഞ്ഞ പൂവായോ ഒതിച്ചതെല്ലാമേ എനിക്കത്തരമായോ അന്നോ പത്രാസ് അമിട്ടു മത്താപ്പ് ഉണ്ടേ ബേജാറ് പൊൻതാരം കണ്ണിൽ വന്നാൽ എൻ തോളിൽ കൈയിട്ട് എന്നൊപ്പം നിന്നാൽ പെടയ്ക്കുന്നു ചങ്ക് വിറയ്ക്കുന്നു കൈ കാല് വേർക്കുന്നു ദേഹം അല്ലാതെ ദാനം ആരൊപ്പം നേരായോ Eternity later. ഞാൻ രാവിലെ മീനിന്റെ വെള്ളം കൊണ്ട് കളയാൻ ബാത്റൂമിന്റെ സൈഡിലോട്ട് ചെന്നപ്പോ അവിടെ ഒരു കവർ കിടക്കുന്നു, രക്തം പുരണ്ട കവർ. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു എന്നിട്ട് നല്ലമ്മേ ഇതെന്തോ ആരാണ്ട് കൊണ്ടിട്ടതാണ്. നല്ല അമ്മ സാഹസ്യമായിട്ട് ചെന്ന് നോക്കി. അമ്മ വരണ്ടു പോയി. അമ്മ ആദ്യം വിചാരിച്ചു പോലീസിനെ വിളിക്കാന്ന്. കമ്പം കൊണ്ട് തോണ്ടി എടുത്തോണ്ട് വന്ന് എന്നെ കാണിച്ചു. രീതിയിൽ മൊത്തവും ബ്ലഡ് പുരണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അമ്മ കുറച്ച് കമ്പിളി നാരങ്ങയുടെ തോട് സാധനങ്ങള്. പിന്നെ ചിന്തിച്ചത് മുളപൊടിയാണെന്ന്. എന്ത് പറയാലും മുളപൊടി എടുത്തവരുടെ അധോഗതി എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ആരെ കൊണ്ടിട്ടെന്ന് ഒരു പിടിയും കിട്ടിയില്ല. എന്നിട്ട് അമ്മ പറഞ്ഞത് പിള്ളേരുടെ പരിപാടിയായിരിക്കുന്നു. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി സംഭവം ഇങ്ങനെ ഓർമ്മയിലെത്തി. അന്നേരം എനിക്ക് മനസ്സിലായി വെള്ളം കുടിക്കാൻ പോയതിന് തൊട്ടുപുറകെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം അബിയെ കൈയോടെ പൊക്കി. എന്നാടാ പ്രശ്നം? കെസി എമിയെ കാണുന്നില്ല, അവര് മുങ്ങി.
കഴിഞ്ഞപ്പോ അബയെ മുങ്ങി. എല്ലാരും വിളിച്ചു. അമ്മ തൊണ്ടി മുതൽ സഹിതം പിടിച്ചെന്നറിഞ്ഞപ്പോഴത്തേന് കള്ളന്മാര് 3 പേരെയും അപ്രത്യക്ഷമായി. ഇതുവരെ ചോദ്യം ചെയ്യലവര് കുറ്റം സമ്മതിച്ചു. ആ കുറ്റത്തില് 3 പേർക്കും ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ.